ഹലോ, ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ക്രോഷ്യ ഫ്ലവർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് യാൺ വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹുക്ക്, സിസേഴ്സ്, ഇതൊക്കെയാണ് ആവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ സ്ലിപ്പ് നോട്ട് കൊണ്ടുള്ള ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മാജിക് സർക്കിൾ കൊണ്ടുള്ളതും ചെയ്യാൻ പറ്റും, പക്ഷേ ബിഗിനേഴ്സിന് ഇതായിരിക്കും എളുപ്പം. ഇനി നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളുടെ ഹുക്കൊന്ന് യാൺ ഓവർ ചെയ്യുക, ഹുക്കിലുണ്ടാവുന്ന ലൂപ്പിൽ കൂടെ വർക്കിംഗ് യാൺ പുള്ള് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. നമ്മളുടെ ഹുക്ക് ഫസ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒറ്റ വട്ടം മാത്രം യാൺ ഓവർ ചെയ്തിട്ട് 2 ടൈം പുൾ ത്രൂ ചെയ്യുക, 2 ലൂപ്പിലൂടെയും. അപ്പോൾ നമ്മളെ സ്ലിപ്പ് സ്റ്റിച്ച് റെഡിയായി. ഇനി ഒരു സർക്കിൾ ഫോം ആവും. ഈ സർക്കിളാണ് നമ്മളെല്ലാതും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യാനുള്ളത്. അതിന് ഹുക്ക് നമ്മൾക്ക് സർക്കിളിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിലേക്ക് കൂടി നമ്മൾ വർക്കിംഗ് ആണ് പുൾ ത്രൂ ചെയ്യുക. അടുത്തത് 2 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യണം. അതിനുശേഷം ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോണത്. നമ്മളുടെ ഹുക്കിലോട്ട് 2 ടൈം നമ്മൾ ലൂപ്പാക്കുക, എന്നിട്ട് സർക്കിളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. നമ്മളുടെ ഹുക്കിൽ 4 ലൂപ്സാണുള്ളത്. ഫസ്റ്റ് 2 ലൂപ്സിലൂടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിമൈനിങ് 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണത്തിൽ 2 ലൂപ്സിലൂടെ പിന്നെയും ഇൻസേർട്ട് ചെയ്യുക, പിന്നെയും 2 റിമൈനിങ് ഉണ്ടാവും. ആ 2ലൂടെയും ചെയ്താൽ നമ്മളുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ റെഡിയായി. ഇതുപോലെ ഇനി 2 എണ്ണമാണ് ചെയ്യേണ്ടത്. ടോട്ടലി 3 ട്രിപ്പിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. 4 എണ്ണം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 2 എണ്ണത്തിലൂടെ ചെയ്യുക, റിമൈനിങ് 3 ഉണ്ടാവും. ബാക്കിയുള്ള 2 എണ്ണത്തിലൂടെയും ചെയ്യുക, പിന്നെയും റിമൈനിങ് 2 ഉണ്ടാവും. ആ 2ലൂടെ നമ്മൾ നമ്മുടെ വർക്കിംഗ് യാൺ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യയും റെഡിയായി. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യയുടെ സെറ്റ് കംപ്ലീറ്റ് ആവും. നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. എത്ര ടൈറ്റായിട്ട് ചെയ്യുന്നതോ അത്രയും നമ്മുടെ ഫ്ലവറിന് നല്ല പെർഫെക്ഷൻ കിട്ടുമെന്നാണ് ഇതിലുള്ളത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ 2 എണ്ണം വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ പുൾ ത്രൂ ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ഈക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് ശേഷം നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതിന് നമ്മളുടെ സർക്കിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇനി 2 എണ്ണം ഉണ്ടാവും നമ്മുടെ ലൂപ്പായിട്ട്. ആ 2 ലൂപ്പിലൂടെയും നമ്മൾ നമ്മുടെ വർക്കിംഗ് യാൺ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പെറ്റലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓരോ പെറ്റൽസ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വലിച്ച് പിടിച്ച് വേണം അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സർക്കിളിൽ നമുക്ക് ബാക്കിയുള്ള എത്ര പെറ്റൽസ് ആണോ ചെയ്യുന്നത് അത് മൊത്തം കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഞാൻ ഇവിടെ 5 എണ്ണമാണ് ചെയ്യുന്നത്. 5 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 3 എണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ 5ാമത്തെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 പെറ്റൽസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത 6 ചെയിൻ സ്റ്റിച്ച് മാറ്റിയിട്ട് 8 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റൽസിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ഇൻക്രീസ് ചെയ്യണം. കുറവാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുകയും വേണം. അപ്പോൾ ലാസ്റ്റത്തെ പെറ്റൽ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പിൾ ക്രോഷ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്ത പെറ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നോക്കി ചെയ്താൽ മതി. ഇത് ട്രിപ്പിൾ ക്രോഷ്യ ഒന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളാണ്. എല്ലാതും നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പെറ്റൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ ഫസ്റ്റ് ആ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും. നമ്മൾ ഫസ്റ്റ് പെറ്റലിൻ്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാകും, അതിൽ കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്യുക നമ്മളുടെ യാൺ വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡിയായി. ഇനി അവിടെ ഒരു സർക്കിളിൻ്റെ അവിടെ ഒരു യാൺ ഉണ്ടാവും, അത് വലിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹോൾ ചെറുതാവും. ബാക്കി എക്സസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ ഫ്ലവർ നമുക്ക് റെഡിയായി കിട്ടും.